നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൃത്യം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് തെങ്കാശിപട്ടണം എന്ന ചിത്രം മലയാളത്തിലേക്ക് എത്തുന്നത്. അന്ന് മുൻനിര നായകനായിട്ട് നിന്ന ആക്ടർ സുരേഷ് ഗോപിയെയും ലാലിനെയും സൈഡിലാക്കിക്കൊണ്ട് വേറൊരു നായകന്റെ ഉദയം അവിടെ സംഭവിച്ചു. ശത്രുഘ്നൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് അതിലേക്ക് വന്ന ദിലീപേട്ടൻ. ശരിക്കും പറഞ്ഞാൽ കൃത്യം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാ മലയാളികളുടെ ഉള്ളിലേക്കും ഒരു ജനപ്രിയനായി ദിലീപേട്ടൻ സ്ഥാനം പിടിച്ചത്. അതിനു മുമ്പ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തെങ്കാശിപട്ടണത്തിൽ അദ്ദേഹത്തിന് അതോടുകൂടി തന്നെ മലയാളികൾക്ക് ദിലീപിന്റെ സിനിമ കാണാൻ ഒരു താല്പര്യം കൂടി. അതിനുശേഷം ഒരു ദിലീപ് കാവ്യ സിനിമകൾ, അവരുടെ കോമ്പിനേഷനിലുള്ള ചിത്രങ്ങൾ സജീവമായിരുന്നു. അങ്ങനെ ദിലീപേട്ടനും കാവ്യ അഭിനയിച്ച സിനിമകൾ, നമ്മളെ ജനപ്രിയന്റെ സ്വന്തം സിനിമകൾ, അങ്ങനെ അത്തരത്തിലുള്ള പ്രേക്ഷകർ കൂടി. മീശ മാധവനിലെ മാധവനും രുക്മിണിയും, സദാനന്ദന്റെ സമയത്തിലെ സതുവേട്ടനും സുമംഗലിയും, അതുപോലെ കൊച്ചി രാജാവ്, റൺവേ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളെല്ലാം തന്നെ വൻ വിജയങ്ങളായിരുന്നു. ഇവരുടെ ഒരുപക്ഷെ കാവ്യയുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും നല്ല വേഷങ്ങൾ തേടി വന്നത് എല്ലാം ദിലീപേട്ടൻ എന്ന് പറഞ്ഞ വേഷന്റെ നായികയായി വന്നപ്പോഴാണ്. അങ്ങനെ ആ ഒരു കോമ്പിനേഷന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇഷ്ടം എന്നൊരു ചിത്രം വന്നു. മലയാളത്തിലേക്ക് പുതിയൊരു നായിക വരുന്നു. അങ്ങനെ എസ്കലേറ്ററിൽ പൊങ്ങി ഒരു നടി വരുന്നു, നവ്യ നായർ മലയാള സിനിമയിലേക്ക് വന്നു. നായകനായിട്ട് ദിലീപേട്ടൻ വരുന്നു. പിന്നീട് ഇഷ്ടം എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര്. അതിനുശേഷം പട്ടണത്തിൽ സുന്ദരൻ, കല്യാണരാമൻ തുടങ്ങി ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നു. ആ ചിത്രങ്ങളും ഒരുപാട് പ്രേക്ഷകർ സ്വീകരിച്ചു, ഒട്ടേറെ വിജയങ്ങൾ നേടി മുന്നോട്ട് പോയി. അതുപോലെയാണ് മീര ജാസ്മിനുമായിട്ട് വന്നത്. ഗ്രാമഫോണിലാവട്ടെ, വിനോദയാത്രയിലാകട്ടെ, പെരുമഴക്കാലത്തിലാവട്ടെ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ മലയാളികൾ സ്വീകരിച്ചു കൊണ്ടേയിരുന്നു. കാര്യം റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രം ആരുടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിലീപ് ചിത്രങ്ങളാണ്. വീണ്ടും 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 ഇവർ ഈ ചിത്രങ്ങൾ ആവർത്തിച്ച് കണ്ടുകൊണ്ടേയിരുന്നു. അതുപോലെ അന്യഭാഷയിൽ നിന്ന് വന്ന നടിമാർ, അവർക്കും ദിലീപേട്ടനും കൂടെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ആ ഒരു ചിത്രങ്ങൾക്ക് നമുക്ക് പ്രത്യേക ഒരു സ്വീകരണം കൊടുത്തു. ഭാവന പാലി അഭിനയിച്ചു. അതുപോലെ ഒരുപാട് നടിമാര് അന്യഭാഷയിൽ നിന്ന് ഇവിടെ അഭിനയിച്ചു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമിതയുമായിട്ടൊരു ചിത്രം ചെയ്യുന്നത്. ആ ചിത്രവും ഇവിടെ ഒരുപാട് പ്രേക്ഷകർ സ്വീകരിച്ചു. ഗോപികയുമായി ചിത്രം ചെയ്തു. ആ ചിത്രവും വളരെ വിജയകരമായിരുന്നു. ഒരു കുറച്ച് ചെറിയൊരു ഇടവേള ഒഴികെ ബാക്കി ദിലീപേട്ടൻ ചെയ്ത എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു. മാത്രമല്ല, ഒരു കുടുംബം ഒന്നോടെ ഒരു ചിത്രം കാണാൻ പോകണമെങ്കിൽ ആ ഒരു ചിത്രം ദിലീപേട്ടന്റെ ചിത്രമായിരിക്കും. അത്തരത്തിലാണ് നമ്മളൊരു നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജനപ്രിയൻ ഇവിടെ ഉദയം കൊണ്ടത്. ഇത് അതിനുശേഷം ഇപ്പൊ ഒരു 150ാമത്തെ ചിത്രത്തിലെത്തിയിരിക്കുമ്പോൾ അതിനു മുമ്പ് 100ാം ചിത്രമായിട്ട് അതുപോലെ ഒരു വലിയ ചിത്രം ചെയ്യാൻ ദിലീപേട്ടന് സാധിച്ചു. മലയാളത്തിലെ എല്ലാ താരങ്ങളെയും ചേർത്ത് ചെയ്യാൻ സാധിച്ചു. ഏത് ചിത്രം ചെയ്താലും ആ ചിത്രത്തിൽ മികച്ചതായി നിൽക്കാനും ആ ചിത്രം നമുക്ക് ഓർമ്മിക്കപ്പെടാനും ആ ചിത്രത്തിലെ ഏതെങ്കിലും ഒരു ഡയലോഗെങ്കിലും നമ്മൾ ഓർമ്മിച്ച് നിൽക്കാനും കാരണമാകുന്ന തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് മേക്കിംഗ് ആണ് അദ്ദേഹം ചെയ്തത്. ഇപ്പം അന്യഭാഷയിൽ നമ്മൾ ഏറ്റവും അധികം കത്തി നിൽക്കുന്ന നയൻതാരയും കീർത്തി സുരേഷും എല്ലാം ദിലീപേട്ടൻ്റെ പേരായി അഭിനയിച്ചവരാണ്. അങ്ങനെ ഒട്ടേറെ നായികമാരുടെ അഭിനയ ജീവിതത്തിൽ തിരികൊളുത്തി വിട്ടു. ഇപ്പം ഒരു സിനിമ മുല്ല അധികം തിയേറ്ററുകൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മീരാനന്ദൻ എന്നൊരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ദിലീപ് ചിത്രമാണ്. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉർവശി ചേച്ചിയോടൊപ്പം കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ ചിത്രം ചെയ്തത്. അത് ആ കാലത്ത് നമ്മളൊരു കോവിഡ് കാലമായതുകൊണ്ട് OTT റിലീസായ ചിത്രം വന്നു. ആ ചിത്രം ഒരുപക്ഷെ OTTയിൽ വന്നു. ഏറ്റവും അധികം ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമായിട്ട് തന്നെയാണ് ആ ചിത്രവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ നായികമാരുടെ കരിയർക്ക് അല്ലെങ്കിൽ നായികമാർക്ക് ഒരു കരിയർ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ചിത്രങ്ങളെല്ലാം ചെയ്തത് ദിലീപേട്ടനാണ്. ചെയ്ത എല്ലാ ചിത്രങ്ങളുടെയും പേരുകൾ, അതിലെ ഡയലോഗുകൾ എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിത്രം ഒരു തവണയോ 2 തവണയോ അല്ല നമ്മൾ കണ്ടത്, ഒട്ടേറെ തവണ കണ്ടതാണ്. ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇതുപോലൊരു കുടുംബ ചിത്രമായിട്ട്, കാലങ്ങൾക്ക് ശേഷമൊന്നും ഒത്തിരി കാലമൊന്നും ആയില്ല, കഴിഞ്ഞ വർഷം പവി കെയർ വന്നു, അതിനു മുമ്പ് വോയിസ് ഓഫ് സത്യനാഥൻ വന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഈ ഇടവേളകളില്ലാതെ സിനിമ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ്, ആ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ ചിത്രം മെയ് 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇതും നല്ലൊരു കുടുംബ ചിത്രമാണ്. ഫാമിലി ആയിട്ട് കാണാൻ, ഫാമിലി ഓഡിയൻസിന് കാണാൻ തരത്തിലുള്ള ഒരു ഗംഭീര ചിത്രമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ അവധിക്കാലത്ത് കുടുംബങ്ങൾക്കെല്ലാം കൂടി ഒരുമിച്ച് പോകാൻ വീണ്ടും ഒരു ഓർമ്മിച്ചിരിക്കുന്ന ചിത്രം. 150ാമത്തെ ചിത്രമാണ് ദിലീപേട്ടന്.
അങ്ങനെ ഒരു 150ാമത്തെ ചിത്രം വീണ്ടും ജനപ്രിയ വാല്യൂ കൂട്ടുന്ന തരത്തിൽ ആയിരിക്കട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഇവിടെ ഒരു ജനപ്രിയൻ മതി ദിലീപേട്ടൻ. നമ്മൾ അംഗീകരിച്ചു കൊടുത്തതാണ്. ആ സ്ഥാനം വേറെ ആർക്കുമില്ല, ദിലീപേട്ടന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ നമ്മൾ ജനപ്രിയനുള്ളത്. അതുകൊണ്ട് ജനപ്രിയ ചിത്രം എന്ന് പറയുമ്പോൾ ജനപ്രിയൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് ദിലീപ് ചിത്രം തന്നെയായിരിക്കും.